പത്മ. ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കടക്കുന്നു. അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. അഷ്ടമി അതായത് അഷ്ടമി തിഥി, എട്ടാമത്തെ ചന്ദ്രൻ, അതൊരു കലയാണ്. അപ്പോൾ പൗർണമാസ്യയായാലും അമാവാസ്യയായാലും ആ എട്ടാമത്തെ ദിവസം നമ്മൾ പറയാറില്ലേ, കാലഭൈരവാഷ്ടമി, ദുർഗാഷ്ടമി, കൃഷ്ണാഷ്ടമി, വൈക്കത്തഷ്ടമി. ആ അഷ്ടമിയിലെ ചന്ദ്രൻ, അതായത് എട്ട് എന്നാൽ ഇൻഫിനിറ്റി എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. അതായത് അനന്തതയുടെ പ്രതീകമായി, സിംബലായി, കലയായി അമ്മ ചന്ദ്രനെ ധരിച്ചിരിക്കുന്നു. എവിടെ? ദളികസ്ഥല ശോഭിത. ദളികസ്ഥലം എന്നാൽ നെറ്റിത്തടം. ദളികം എന്ന വാക്കിന് മറ്റൊരർത്ഥം തടി എന്നുകൂടിയാണ്. വുഡ്, അതായത് വുഡ്സ് എന്നാൽ കാട്. ഇതാണ് കാട്. നമ്മൾ കാട് കയറുമ്പോൾ അമ്മ കലയായിട്ട് മാറും. എവിടെ? അഷ്ടമി ചന്ദ്രനായി. അത്രയ്ക്ക് പ്രിസിഷനുള്ള ഒരു കലയാണത്. എട്ടാമത്തെ ചന്ദ്രൻ, അതാണ് കലയായിട്ട് അമ്മ ധരിക്കുന്നത്. അത് നമ്മളെ ഇരുളടഞ്ഞു പോകുന്ന കാടിൽ അലയാൻ സമ്മതിക്കാതെ അമ്മ തരുന്ന കലയാണ്. അതായത് അമ്മ നമ്മളെ തന്നെയാണ് കലയായി ധരിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടി എടുക്കണം. അമ്മയുടെ അലങ്കാരമാണ്. പക്ഷെ അത് നമ്മളിലേക്ക് കൂടി എത്തുമ്പോഴാണ് അമ്മയ്ക്ക് തന്നെ സന്തോഷം. അപ്പോൾ എങ്ങനത്തെ ചന്ദ്രക്കലയാണ്? മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. മുഖചന്ദ്ര, അമ്മയുടെ മുഖത്തെ ചന്ദ്രനാണ്. ആ ചന്ദ്രനെ എങ്ങനെയാണ്? കളങ്കാഭ, ഒരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത തേജസ്സാണ്. ആഭ എന്നാൽ തേജസ്, ആകാശം എന്നൊരർത്ഥവും കൂടിയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അനന്തമായ ഒരു ശ്രേഷ്ഠമായ ഒരു പ്രകാശം, തേജസ്സിനെയാണ് അമ്മ ഒളിയായിട്ട് ധരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് നമ്മളിലേക്കും അപ്പോൾ എത്തും. അത് നമ്മൾ തന്നെയാണ് ആ കല. എങ്ങനെയാണത്? മൃഗനാഭി വിശേഷക. മൃഗനാഭി, മൃഗം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കലമാനെയാണ്. അതാണ് കലമാൻ. കലമാൻ കൊമ്പ് സേവയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട്, അറിയാമല്ലോ. കാരണം എന്താണ്? ഇതാണ്. കലമാൻ എന്നാൽ കസ്തൂരിമാൻ. കസ്തൂരി തിലകമാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. ഉള്ളിലുള്ള സുഗന്ധത്തെ അറിയാതെ തുള്ളിത്തിരിഞ്ഞ് ലോകം മൊത്തവും ചുറ്റിത്തിരിയുന്ന കലമാൻ, അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാട് കയറുമ്പോൾ അമ്മ എന്ത് പറയും? ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ തന്നെ ധരിച്ചിരിക്കുകയാണ് നിന്നെ, ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ അത് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനും നമ്മളിലേക്ക് തന്നെ ആ പ്രകാശം, ആ തേജസ് നൽകാനും കൂടിയാണ് അമ്മ അത് ധരിച്ചിരിക്കുന്നത്. ഇത് വെറും പ്രതീകമല്ല, വെറും മിത്തല്ല. അത്ര അർപ്പണവും സമർപ്പണവും ഉണ്ടെങ്കിൽ ആ ശക്തിയിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യാൻ, എത്തിക്കാൻ അമ്മ തന്നെ ഒരുക്കിയ വഴികളാണിത്. അപ്പൊ അതാണ് മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭി വിശേഷക. ഇതിനെയാണ് ലീല എന്ന് പറയുന്നത്. ലീലകൾ ആടുന്നതിനാൽ അമ്മ ലളിത. ലളിതമായ ലീലകൾ ആടുന്നതിനാലും അമ്മ ലളിത. ലളിതമായിട്ടാണ്, വലിയ കോംപ്ലക്സ് ഒന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഈ വരികൾ. അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.